മറ്റേ സിസ്റ്ററിന് കിട്ടിയ സന്ദേശം പൊട്ടറ്റോ എന്നാണ്. പൊട്ടറ്റോ ഇത് ശരിയാവോ? ഇങ്ങനെ നമ്മൾ ആദ്യം ഈ പൊട്ടറ്റോ വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും കിട്ടി പൊട്ടറ്റോ, വീണ്ടും പ്രാർത്ഥിച്ചപ്പോൾ വീണ്ടും കിട്ടി പൊട്ടറ്റോ. ഇത് പറഞ്ഞാൽ എന്ത് വിചാരിക്കും? ഈ പൊട്ടത്തരം വല്ലതാവോ? ഏതായാലും പറഞ്ഞു നോക്കാം. പറഞ്ഞു, എനിക്ക് അറിഞ്ഞൂടാ, ഇത് ചിലപ്പോൾ ശരിയൊന്നും ആവില്ല കേട്ടോ. എനിക്കിങ്ങനെ പ്രാർത്ഥിക്കുമ്പോൾ പൊട്ടറ്റോ പൊട്ടറ്റോ എന്നാണ് കിട്ടുന്നത്. അയ്യോ, അത് വളരെ ശരിയാ എന്ന് പറഞ്ഞു. ഇനി എന്താണ് കാര്യം എന്നറിയണേ? അപ്പോൾ പറയാണ്, ഞാൻ ധ്യാനത്തിന്, അത് 7 ദിവസത്തെ ധ്യാനമായിരുന്നു. ധ്യാനത്തിന് വരണ സമയത്ത് ആ കിച്ചൺ ഗേളിന് എന്തെങ്കിലും ഒരു പണി വേണ്ടേ എന്ന് ഉദ്ദേശിച്ചുകൊണ്ട് ഒരു ചാക്ക് പൊട്ടറ്റോ മേടിച്ച് വെച്ചു പറമ്പിൽ നടാൻ വേണ്ടി. പക്ഷേ പറയാൻ മറന്നുപോയി. ആ പൊട്ടറ്റോ അവിടെ സ്റ്റോർ റൂമിലിരിക്കുകയാണ്. അവളെ കൊണ്ട് പണിയിക്കാൻ വേണ്ടിയിട്ട്. എന്നിട്ട് ഈ ധ്യാനത്തിൻ്റെ ദിവസം മുഴുവനും ഈ ചാക്ക് പൊട്ടറ്റോനെ കുറിച്ച്, ഈ ഒരു ചാക്ക് പൊട്ടറ്റോ ചിന്തിച്ചിരിക്കുകയാണ്. പരിശുദ്ധാത്മാവ് എന്തോരം സഹായിക്കണം നോക്കി. അവസാനം ആ പൊട്ടറ്റോനെ മറക്കിനി ഇവിടെ ധ്യാനം കൂടുന്നുള്ള ഒരു പോയിന്റ്. അതുപോലെ തന്നെ വേറൊരു സിസ്റ്ററിനെ ഇങ്ങനെ പ്രാർത്ഥിച്ചപ്പോൾ ഒരു കോഴിയും 9 കുഞ്ഞുങ്ങൾ, അതിൽ ഒരു കുഞ്ഞ് കറുത്തത്, ബാക്കിയൊക്കെ മഞ്ഞ കുഞ്ഞ്. അപ്പോൾ ഇത് പറയാപ്പോൾ ഇതെന്താണ് ഈ സിസ്റ്റർ കോഴി വളർത്തലോ ഇങ്ങനെ വല്ലതും ആയിരിക്കും. അതാണ് നമ്മൾ പരിശുദ്ധാത്മാവിനോട് ചോദിക്കണം എന്താണ്. പക്ഷേ അപ്പോൾ ഇനീഷ്യലി നമുക്കൊരർത്ഥവും മനസ്സിലാവില്ലെങ്കിലും പറഞ്ഞു കഴിഞ്ഞപ്പോൾ അയ്യോ അതെന്താ, ഞാനൊരു നോവീസ് മിസ്ട്രസ്സാണ്, എനിക്ക് 9 നോവീസസ് ഉണ്ട്, അതിനകത്ത് ഒരു നോവീസ് ആഫ്രിക്ക എന്നുള്ളതാണ്. അപ്പോൾ എന്തോരം മനോഹരമായിട്ടാണ് പരിശുദ്ധാത്മാവ് നമ്മളെ. അപ്പം നോവീസ് മിസ്ട്രസ് എന്നുള്ള ആ ഒരു ദൗത്യം ഈ സിസ്റ്ററിന് ഒട്ടും ഇഷ്ടമില്ല, ഒട്ടും ഇഷ്ടമില്ല. അത് വേണ്ട, എൻ്റെ മേലെ അടിച്ചേൽപ്പിച്ചതാണ്, എനിക്ക് വേണ്ട എന്ന് പറഞ്ഞിരിക്കുകയായിരുന്നു. പക്ഷേ ഇപ്പം മനസ്സിലായി അത് അടിച്ചേൽപ്പിച്ചതല്ല, അത് പരിശുദ്ധാത്മാവ് ആഗ്രഹിക്കണമെന്നാണെന്നുള്ളത് മനസ്സിലായി. അപ്പോൾ ആ നോവീസ് മിസ്ട്രസ് ഒരു തള്ളക്കോഴിയെ പോലെ ഈ കുഞ്ഞുങ്ങളെയും കൊണ്ട് ഇങ്ങനെ നടക്കണമെന്നും മനസ്സിലായി. ഓക്കെ, അപ്പോൾ നമ്മളിപ്പോൾ ഇന്ന് വലിയ കാര്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്, ദൈവിക രഹസ്യങ്ങളിലേക്ക് പ്രവേശിക്കാൻ പോവുകയാണ്. അപ്പോൾ അതിന് നല്ലൊരു തുടക്കമായി ആയോ ഇല്ലയോ? പരിശുദ്ധാത്മാവ് നമ്മളിൽ എന്തോരം പ്രവർത്തിക്കുന്നു. ഇനി ഇതിൽ നിന്ന് നമുക്ക് മനസ്സിലാവും, ഇപ്പോൾ നമ്മളിവിടെ അടുത്തിരുന്ന ഒരാൾക്ക് വേണ്ടി പ്രാർത്ഥിച്ച പോലെ തന്നെ നമുക്ക് ആർക്ക് വേണമെങ്കിലും പ്രാർത്ഥിക്കാം. ഇപ്പോൾ സുപ്പീരിയേഴ്സിന് അല്ലെങ്കിൽ നമ്മുടെ കമ്മ്യൂണിറ്റിയിലുള്ളവർക്ക് വേണ്ടി പ്രാർത്ഥിക്കാം. നമുക്കിങ്ങനെ പ്രാർത്ഥിച്ച് നോക്കാം, പരിശുദ്ധാത്മാവേ ആ സിസ്റ്റർ എന്താണ് ഇങ്ങനെ ദേഷ്യപ്പെട്ടിരിക്കണേ ഒന്ന് പറഞ്ഞു തന്നേ. അപ്പോൾ പറഞ്ഞു തരും, ഇന്ന കാരണം കൊണ്ടാണ് ദേഷ്യപ്പെട്ടിരിക്കണേന്ന്. അപ്പോൾ അവരെ പോയി ആശ്വസിപ്പിക്കാൻ പറ്റും. മദർമാർക്കാണെങ്കിൽ എല്ലാവരുടെയും കാര്യങ്ങൾ വെളിപ്പെടുത്തി കിട്ടും. നോവീസ് മിസ്ട്രസിനാണെങ്കിൽ എല്ലാ കാൻഡിഡേറ്റ്സിൻ്റെയും കാര്യങ്ങൾ പരിശുദ്ധാത്മാവ് പറഞ്ഞു തരും. അവരൂരും പറയണമെന്ന് നോക്കിയിട്ട് അവരെ വിധിക്കണ്ട. മനസ്സിലായ? നമ്മൾ എവാലുവേഷനൊക്കെ നടത്തുന്നത് എങ്ങനെയാണ്? ആരോട് ചോദിച്ചുകൊണ്ടാണ് എവാലുവേഷൻ നടത്തുന്നത്? പരിശുദ്ധാത്മാവിനോട് ചോദിച്ചുകൊണ്ടൊന്ന് നടത്തി നോക്ക്. ഇതൊക്കെ നമ്മൾ ചെയ്യേണ്ട കാര്യങ്ങളാണ്. പരിശുദ്ധാത്മാവ് പറയും, കുപ്പർട്ടീനോനെ പോലെയുള്ള ആൾക്കാരെ പാസ്സാക്കാൻ പറയും. അതാണ് പ്രശ്നം. നമ്മുടെ മാനുഷികമായ കാൽക്കുലേഷനുകളിൽ നിന്നും വളരെ വ്യത്യസ്തമാണ് ആത്മാവിൻ്റെ നോട്ടം, ആത്മാവ് നമ്മളോട് സംസാരിക്കുന്നത്. എനിവേ, ഇപ്പം നമ്മുടെ ഉദ്ദേശം ഇതായിരുന്നു. അതേ സമയത്ത് നമ്മളെല്ലാവരിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നുണ്ട് എന്നതിന് യാതൊരു സംശയമില്ല. ഇപ്പോൾ ചിലവർക്കൊരു ദർശനമൊന്നും കിട്ടിയില്ലെന്ന് വന്നേക്കും. എന്നാൽ ഈ ദർശനം എന്നത് അത്ര വലിയൊരു വരമാണെന്ന് വിചാരിക്കരുത്. പക്ഷേ അപ്പോൾ അങ്ങനെ എനിക്ക് ദർശനമൊന്നും കിട്ടില്ല എന്ന് വിഷമിക്കേണ്ട. വേറെ അതിനേക്കാളും വലിയ എന്തെങ്കിലും വരം നിങ്ങൾക്കുണ്ടാകും.
ചിലവർക്കൊരു വചനമായിട്ടായിരിക്കും വരിക. ഒരാളടുത്ത് വന്നിരിക്കുമ്പോഴേക്കും ഒരു വചനം വരും. ആ വചനം പറയുമ്പോൾ ആ വചനം കേൾക്കുമ്പോൾ തന്നെ അവരിൽ എന്തോ സംഭവിക്കും. അതാണ് യോഹന്നാൻ യാക്കോബ് ശ്ലീഹയുടെ ലേഖനത്തിലെല്ലാം പറയുന്നത്, നിങ്ങളെ താങ്ങി നിർത്താൻ പറ്റിയ വചനത്തെ നിങ്ങൾ മുറുകെ പിടിക്കുവിൻ. നമുക്കും ജീവിതത്തിൽ കലുഷിതമായ അവസ്ഥകളുണ്ടാകുമ്പോൾ പരിശുദ്ധാത്മാവ് എന്തുകൊണ്ടാണ് ഈ അവസ്ഥ എനിക്ക്, അല്ലെങ്കിൽ ഈ അവസ്ഥയിൽ ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം? പരിശുദ്ധാത്മാവ് ഉടനെ നമുക്കൊരു സൂചന തരാം, സംസാരിക്കാം, അല്ലെങ്കിൽ ഒരു വചനം തരാം. ആ വചനത്തെ മുറുകെ പിടിക്കുമ്പോൾ നമ്മൾ എത്ര ഭയങ്കര പ്രശ്നമാണെങ്കിലും അതിൽ പിടിച്ചു നിൽക്കാൻ പറ്റും. അപ്പോൾ പരിശുദ്ധാത്മാവ് നമ്മളെ എപ്പോഴും സഹായിക്കും. നമ്മളെല്ലാവരിലും പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കുന്നു. മാത്രമല്ല, ഇപ്പം നമ്മൾ കുമ്പസാരിച്ചിട്ടൊന്നുമില്ലല്ലോ, അല്ലെങ്കിൽ ഇത് കുമ്പസാരിച്ച് വിശുദ്ധീകരിച്ചതിന് ശേഷമാണ് പരിശുദ്ധാത്മാവ് പ്രവർത്തിക്കണമെന്ന് വിചാരിക്കണ്ട. ഞാനീ പറയുമ്പോഴൊക്കെ വേറൊരു ട്യൂണിൽ എടുക്കരുത് നിങ്ങൾ. പരിശുദ്ധാത്മാവിൻ്റെ അത്രയ്ക്ക് ജനറസാണ് എന്ന് പറയാൻ വേണ്ടിയാണ്. പരിശുദ്ധാത്മാവിൻ്റെ പ്രവർത്തനം ഏതവസ്ഥയിലും, ഇപ്പോൾ ആദവും ഹവ്വയും ഉത്ഭവഭാവം ചെയ്ത് എന്തു വലിയ പാപം അവർ ചെയ്തേ, അവർ ഒളിച്ചിരിക്കുകയാണ്. അങ്ങനെ ഒളിച്ചിരിക്കുമ്പോൾ ആദം ഒരു ശബ്ദം കേൾക്കുകയാണ്, ടക്ക് 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 ടക്ക്. ഹവ്വയെ, അങ്ങേര് വരുന്നുണ്ട്. ആര്? കർത്താവ് വരുന്നുണ്ടെന്ന്. അതെന്താ? എനിക്ക് അങ്ങേര് വരുന്നതിൻ്റെ കാലൊച്ച കേൾക്കാം. ശരിയാണോ അല്ലയോ? ഇതെന്ത് വരവാ? അധികം താമസിയാതെ ആദാം, എന്നെ വിളിക്കണു. കണ്ടോ, ദൈവസ്വരം ശ്രവിക്കണു. ഇത്രയും വലിയ ഉത്ഭവഭാവം ചെയ്തിരിക്കണ ഈ ആദത്തിന് ദൈവസ്വരം ശ്രവിക്കാൻ പറ്റിയോ ഇല്ലയോ? പറ്റിയോ? അതാണ്. എല്ലാവർക്കും ഈ സ്വരം ലഭിക്കാൻ പറ്റും. നമ്മൾ ഇരിക്കണില്ല, നമ്മളങ്ങനെ വിചാരിക്കണമില്ല. ദൈവം ഒരു പ്രസ്ഥാനമല്ല, ഒരു വ്യക്തിയാണ്. നമ്മളോട് സംസാരിക്കാൻ ആഗ്രഹിക്കുന്നൊരു വ്യക്തി, നമ്മളുമായിട്ട് റിലേഷൻഷിപ്പിന് വേണ്ടി ആഗ്രഹിക്കുന്ന വ്യക്തി. എല്ലാവർക്കും, നിങ്ങളെല്ലാവരോടും ദൈവം സംസാരിക്കുന്നുണ്ട്. നിങ്ങളെല്ലാവർക്കും ദൈവസ്വരം ശ്രവിക്കാം, എല്ലാവർക്കും. അതിങ്ങനെ കുറേ പ്രാക്ടീസ് ചെയ്യണമെന്നുള്ളൂ. ആർക്കെങ്കിലും വളരെ ബുദ്ധിമുട്ട് ഇതിൻ്റെ ഇടയ്ക്ക് ഉണ്ടായോ, ഒന്നും കിട്ടിയില്ലെങ്കിൽ എൻ്റെ അടുത്ത് വന്നാൽ എന്തെങ്കിലും അതിൻ്റെ പോളിഷ് ചെയ്ത് ശരിയാക്കാം നമുക്ക്, കേട്ടോ. പ്രൈസ് ദി ലോർഡ്. നമുക്കൊരിക്കൽ കൂടി നന്ദി പറഞ്ഞുകൊണ്ട്, കർത്താവേ, പരിശുദ്ധാത്മാവേ, നന്ദി. വെളിപാട് വരങ്ങൾ ഞങ്ങളിൽ തുറക്കുന്നതിന് നന്ദി പറയുന്നു. ദൈവത്തെക്കുറിച്ചുള്ള രഹസ്യങ്ങൾ ഞങ്ങൾക്ക് വെളിപ്പെടുത്തി തരുന്നതിന് വേണ്ടി ഞങ്ങൾ ദാഹിക്കുന്നു. പ്രൈസ് ദി ലോർഡ്. നമ്മൾക്ക് മൗനമായി ഇപ്പോൾ പ്രാതൽ കഴിക്കാൻ പോകാം. അതിനുശേഷം 9:30 നമ്മളെല്ലാവരും തിരിച്ചെത്തുന്നു. താങ്ക് യു.